ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് നല്ല ടിപ്പുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. ആദ്യത്തെ ടിപ്പ്, നമ്മുടെ കയ്യിൽ മോതിരം ടൈറ്റ് ആകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വാസലിൻ അപ്ലൈ ചെയ്തിട്ട് ഊരാൻ നോക്കിയാൽ മതി. നല്ല ഈസി ആയിട്ട് തന്നെ അത് ഊരി വരും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കിടക്കുന്ന മോതിരം കുറച്ച് ടൈറ്റാണ്. അപ്പോൾ ഞാനത് ഊരി കാണിക്കുന്നുണ്ട്. വാസലിൻ പറ്റിയിട്ട് ഊരുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ അത് ഊരി പോന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ടൈറ്റായിട്ടുള്ള മോതിരമായിരുന്നു. അപ്പോൾ ഊരുമ്പം വളരെ ഈസി ആയിട്ട് തന്നെ ഊരാൻ പറ്റിയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ വള എന്ന കയ്യിൽ ഇടുന്ന സമയത്താണേലോ അതല്ലെങ്കിൽ ഊരുന്ന സമയത്താണേലോ ടൈറ്റ് ആണെങ്കിൽ ഇതേപോലെ നമുക്ക് വാസലിൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഊരാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഊരിപ്പോരും കേട്ടോ. അല്ലെങ്കിൽ ഇടാനാണേലും പറ്റും. രണ്ടാമത്തെ ടിപ്പ്, നമ്മൾ ബാഗൊക്കെ എടുക്കാതിരിക്കുന്നതായിക്കോട്ടെ, നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ബാഗൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കൂളിലെ ബാഗൊക്കെ ആയിക്കോട്ടെ, അതിൻ്റെ നിറമൊക്കെ മങ്ങിയിരിക്കും. അല്ലെ അത് നല്ലൊരു ഷൈനിങ് കിട്ടാനായിട്ട് ഇതുപോലെ ഒരു കുറച്ച് വാസന എടുത്തിട്ട് അതിൽ അപ്ലൈ ചെയ്തിട്ട് തുണി കൊണ്ടോ ടിഷ്യൂ വെച്ചിട്ടോ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. നല്ലൊരു ഷൈനിങ് കിട്ടും. അതേപോലെ തന്നെ ആ ലെതറിൻ്റെയൊക്കെ ബാഗൊക്കെ ആണെങ്കിൽ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഷൈനിങ് ആയിട്ട് നല്ലതായിട്ട് തന്നെ പുത്തനായിട്ട് തന്നെ ഇരിക്കും. മൂന്നാമത്തെ ടിപ്പ്, നമ്മൾ എടുക്കാതിരിക്കുന്ന ബാഗിൻ്റെ സിബ് ആയിക്കോട്ടെ, അല്ല ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ ആയിക്കോട്ടെ, ചിലപ്പോൾ ചില സമയത്ത് ആ സിബിനാണെങ്കിലും ഒരു പിടുത്തം പോലെ വരും. അപ്പോൾ അത് മൂവ് ചെയ്യത്തില്ല, അത് പ്രോപ്പറായിട്ട് മൂവ് ചെയ്യത്തില്ല. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അത് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആ സിബയിലോട്ട് ശകലം വാസന എടുത്ത് തൂത്താൽ മതി. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് തുറക്കാൻ എടുക്കാനൊക്കെ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. അടുത്ത നാലാമത്തെ ടിപ്പ്, ബെൽറ്റിനൊക്കെ നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്ന ബെൽറ്റ് അല്ലെങ്കിൽ സാധാ ഉപയോഗിക്കുന്ന ബെൽറ്റിനൊക്കെ ഒരു നിറം വെക്കാനും ഒരു ഷൈനിങ് എഫക്റ്റൊക്കെ നല്ല പോളിഷായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ വാസലിൻ അപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ തുണി വെച്ചിട്ടോ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. നല്ലതായിട്ട് തന്നെ തിളക്കം കിട്ടും. അടുത്ത അഞ്ചാമത്തെ ടിപ്പ്, ഷൂ പോളിഷൊക്കെ തീർന്നിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഷൂ ഒക്കെ ഒന്ന് നല്ല ഷൈനിങ് ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് ഇതേപോലെ വാസലിൻ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ തൂത്തെടുത്താൽ മതി. നല്ലൊരു ഷൈനിങ് ആയിരിക്കും കിട്ടുന്നത്. അടുത്ത ആറാമത്തെ ടിപ്പ്, നമ്മളുടെ മുടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ചെട കെട്ടിയിരിക്കുകയാണെങ്കിൽ അതേപോലെ നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് മുടിയൊക്കെ ഒന്ന് ചീകിയെടുക്കാവുന്ന സമയത്ത് നല്ല ചെടയൊക്കെ ആയിരിക്കും. ആ സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ ചീപ്പയിലൊന്ന് വാസലിൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മുടി ചീകിയെടുക്കാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഡോറിൻ്റെ ഹിഞ്ചസ് ജാഗരിയിലൊക്കെ നല്ല പിടുത്തം കാണും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് വാസലിൻ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ പിടുത്തമൊക്കെ ഒന്ന് മാറി കിട്ടുന്നതായിരിക്കും. അടുത്ത ഏഴാമത്തെ ടിപ്പ്, ഞാൻ കുറച്ച് വെള്ളം ഏകദേശം 2 ഗ്ലാസോളം വരും ഒരു ബൗളോട്ട് എടുത്തിട്ടുണ്ട്. അത് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചായപ്പൊടി ഇട്ടിട്ടാണ് തിളപ്പിക്കുന്നത്. അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് അത് വാങ്ങുന്നുണ്ട്. അത് എന്നിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാസലിനാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ചൂടോടുകൂടി വേണം അത് ഇട്ട് കൊടുക്കാൻ, എന്നാലേ അത് മെൽറ്റായി വരുള്ളൂ. തണുത്ത വെള്ളത്തിൽ അത് മെൽറ്റായി കിട്ടത്തില്ല. അപ്പോൾ ചൂടോടുകൂടി ആണ് ആ വാസലിൻ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്പ്രേ ബോട്ടിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചൂടോടുകൂടിയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ചൂടോടുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിനി ഈ സൊല്യൂഷൻ ആണെങ്കിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കൗണ്ടർ ടോപ്പിൽ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തൂത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് കൗണ്ടർ ടോപ്പ് പണികളെല്ലാം കഴിഞ്ഞ് ക്ലീനാക്കി കഴിഞ്ഞ് ലാസ്റ്റ് നമുക്കിതൊന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് തൂത്തെടുക്കാവുന്നതാണ്. അതേപോലെ തടി കൊണ്ടുള്ള ഫർണിച്ചറൊക്കെ ആയിക്കോട്ടെ, നല്ല ഷൈനിങ് എഫക്റ്റ് കിട്ടാനായിട്ട് ഈ ചായയുടെ വെള്ളത്തിൽ വാസനയുള്ള ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തൂത്തെടുത്താൽ മതി. നല്ല ഷൈനിങ് കിട്ടും. അതേപോലെ നമുക്ക് ഡോറ് വിൻഡോയെ ഒക്കെ നമുക്ക് നല്ല ഷൈനിങ് നല്ല തിളക്കത്തോട് കൂടിയിട്ടാനായിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തൂത്തെടുത്താൽ മതി. നല്ല ഷൈനിങ് ആയിരിക്കും. അതേപോലെ സെറ്റുകൾ, തടി കൊണ്ടുള്ള സെറ്റുകളൊക്കെ ഉണ്ടല്ലോ, അത് തേക്കിൻ്റെയൊക്കെ സെറ്റുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളങ്ങാനായിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തൂത്തെടുത്താൽ മതി.
ഈ ടിപ്സെല്ലാം ഇഷ്ടമായെന്ന് കേട്ടതെന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സുകളൊക്കെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.